നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. മുള്ളൂർക്കര പഞ്ചായത്തിലെ വണ്ടിപ്പറമ്പ് വാർഡ് ഉപതിരഞ്ഞെടുപ്പിനൊരുങ്ങുന്നു. ജൂലൈ 30 തിരഞ്ഞെടുപ്പ്. വ്യാഴാഴ്ച വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ജൂലൈ 4 വരെ സമയം. മാതൃകാ പെരുമാറ്റ ചട്ടം നിലവിൽ വന്നു. വോട്ടെടുപ്പ് ജൂലൈ 1 പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ പൊരിഞ്ഞ പോരാട്ടത്തിന് വണ്ടിപ്പറമ്പ് വേദിയാകും. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ സലാം ഇടത് സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. കോൺഗ്രസിന്റെ പരിഗണനാ പട്ടികയിൽ പ്രഥമ സ്ഥാനത്ത് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS വർഗീസ്. ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിനു സമീപം ഓടുന്ന KSRTC ബസ്സിൽ അഗ്നി പടർന്നു. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സിൽ നിന്നാണ് തീയും പുകയും ഉയർന്നത്. എതിരെ വന്ന വാഹന യാത്രക്കാർ ബഹളം വെച്ചതോടെയാണ് ബസ് നിർത്തിയത്. ഒഴിവായത് വൻ ദുരന്തം. തീ അണച്ചത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ. ആനമല അന്തർ സംസ്ഥാന പാതയിൽ വില്ലൻ റോഡിൽ നിറഞ്ഞ് കാട്ടുകൊമ്പൻ കബാലി. ചൊവ്വാഴ്ച മലക്കപ്പാറ പാതയിൽ കൊമ്പൻ വാഹനങ്ങൾ തടഞ്ഞിട്ടത് 3 മണിക്കൂറോളം. ആദ്യം തടഞ്ഞത് മലക്കപ്പാറ ഭാഗത്തു നിന്നും എത്തിയ തടിലോറി. നിരവധി തവണ വാഹനങ്ങൾക്ക് നേരെ കബാലി പാഞ്ഞടുത്തതായി യാത്രക്കാർ. ശബരിമല തന്ത്രിസ്ഥാനത്തേക്ക് യുവരക്തം. തന്ത്രി കണ്ഠര് രാജീവര് മകൻ കണ്ഠര് ബ്രഹ്മദത്തന് വഴിമാറുന്നു. തലമുറ മാറ്റം പൂർണ്ണമാകുന്നു ശബരിമലയിൽ. ഓഗസ്റ്റ് 16 മേൽശാന്തി നട തുറക്കുക ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ. പുതിയ തന്ത്രി നിയമത്തിൽ ബിരുദാനന്തര ബിരുദധാരി. മാലിന്യമുക്ത നവകേരളത്തിന് കർമ്മ പദ്ധതി. ജില്ലാ ശില്പശാലയുടെ മുന്നോടിയായി ജനകീയാസൂത്രണ ഫെസിലിറ്റേറ്റർ MR അനൂപ് കിഷോർ അവതരിപ്പിച്ച കർമ്മ പരിപാടി ഏറ്റെടുക്കാൻ തീരുമാനം. ജില്ലയുടെ മാലിന്യ ശേഖരണ യൂസർ ഫീ കളക്ഷൻ 3.6 കോടിയിൽ നിന്ന് ഓഗസ്റ്റോടെ 5 കോടിയാക്കി ഉയർത്തും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രത്യേക മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനും തീരുമാനം. ഇന്ത്യൻ ക്രൈസ്തവ സഭയുടെ സ്ഥാപകൻ യേശുദേവന്റെ ശിഷ്യന്മാരിൽ പ്രഥമ ഗണനീയൻ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ നിറവിൽ വിശ്വാസി സമൂഹം. ദുക്രാന അഥവാ തോറാന തിരുനാൾ ജൂലൈ 3. ഇന്ത്യയിൽ മരിച്ച വിശുദ്ധന്റെ ഭൗതികാവശിഷ്ടങ്ങൾ മൊസപ്പൊട്ടാമിയയിലെ എഡേസയിലേക്ക് കൊണ്ടുപോയതിന്റെ ദീപ്ത സ്മരണ പുതുക്കി തിരുനാൾ നിറവ്. പൊതുഖജനാവിൽ നിന്ന് 2.60 കോടി രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം കേച്ചേരിയിൽ നിർമ്മിച്ച പാലത്തിന്റെ കഥ അതീവ രസകരം. 5.5 വർഷമായി പാലം കാട്ടുപൊന്തയിൽ. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി പാലവും പരിസരവും. പാലത്തിലൂടെ സുഗമ സഞ്ചാരത്തിന് 200 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡ് വേണം. നിർമ്മിക്കാനാകാതെ അധികൃതർ. ഗുരുതര അനാസ്ഥയ്ക്ക് പേര് ഖജനാവ് കൊള്ള. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വെട്ടിക്കാട്ടിരിയിൽ വാഹനാപകടം. സ്വകാര്യ ബസ് അടക്കം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 8ഓളം വനിതകൾക്ക് നിസാര പരുക്ക്. ടോറസിന് പുറകിൽ ചരക്ക് ലോറിയും അതിനു പുറകിൽ ബസ്സും ഇടിച്ചു. ലോറിയും ബസ്സും തകർന്നു. ചാലക്കുടി ഡിവൈൻ നഗർ മേൽപ്പാലത്തിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് ഡ്രൈവർമാർക്ക് പരിക്ക്. സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം. പ്രതിസന്ധി പരിഹാരത്തിന് വഴിയൊരുങ്ങുന്നു. പുതിയ സർക്കുലറുമായി സഭാ നേതൃത്വം. ഞായറാഴ്ചകളിലും പ്രധാന ദിവസങ്ങളിലും
ഒരു ഏകീകൃത കുർബാന എങ്കിലും അർപ്പിച്ചാൽ ജനാഭിമുഖ കുർബാന തുടരാമെന്ന് സർക്കുലർ. ജൂലൈ മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നും ആവശ്യം. മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റി ലയൺസ് ക്ലബിന്റെ പുതുവർഷ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ലയൺ ഇയറിലെ സർവീസ് പ്രൊജക്ടുകൾ ആരംഭിച്ചു. റീജിയൻ ചെയർപേഴ്സൺ ലയൺ ലിജോ ജോർജ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ കറിവേപ്പിലത്തോട്ടം. ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. ആതുര സേവനത്തിന് സ്വയം അർപ്പണം. ലളിത ജീവിത ശൈലിയിലൂടെ ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ. വടക്കാഞ്ചേരിയുടെ ജനകീയ ഡോക്ടർ KK വർഗീസിന് ആദരമൊരുക്കി നിരത്തുകളിൽ രക്ഷാകരുതലിന്റെ വക്താക്കൾ ആക്സ്. വർഗീസ് ഡോക്ടർക്ക് സ്നേഹത്തിൽ ചാലിച്ച നന്മപ്പൂക്കൾ അർപ്പിച്ച് ജീവകാരുണ്യ സംഘടന.